നമസ്കാരം. ഞാൻ കോയമ്പത്തൂർ തിരുമൂലർ ചിത്രപീഠം ശിവരാജയോഗി സംസാരിക്കുന്നു. ഇപ്പോൾ മറ്റ് സാധാരണ യോഗങ്ങൾക്കും ശിവയോഗങ്ങൾക്കുമുള്ള വ്യത്യാസം എന്തോന്നാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. സാധാരണ യോഗങ്ങൾ പലവിധ യോഗങ്ങളുണ്ട് ഇന്ത്യയിൽ. ശിവ ആഗമങ്ങളുടെ റൂട്ടിൽ വന്നതാണ് ശിവയോഗങ്ങൾ. നിങ്ങൾ പതഞ്ജലി യോഗ അങ്ങനെ പറഞ്ഞാൽ പതഞ്ജലി മഹർഷി എഴുതിയിട്ടുണ്ട്. അതേമാതിരി ഹഠയോഗ എന്ന് പറഞ്ഞാൽ മത്സ്യേന്ദ്രനാഥർ എഴുതിയിട്ടുണ്ട്. അതേമാതിരി ശിവയോഗങ്ങളിൽ വന്ന് തമിഴിൽ എഴുതി വെച്ചത് തിരുമൂലർ മഹർഷി. തിരുമൂലർ മഹർഷിനെയാണ് എഴുതി വെച്ചത്. ആ എഴുതി വെച്ച ഗ്രന്ഥത്തിന്റെ പേര് തിരുമന്ദിരം. അതിൽ 3000 അധികമായിട്ടുള്ള പാട്ടുകളുണ്ട്. അത് കംപ്ലീറ്റ് ശിവയോഗ ബുക്കാണ്. അപ്പൊ അതിൽ എന്തോന്ന് വ്യത്യാസം എന്ന് പറഞ്ഞാൽ സാധാരണ യോഗങ്ങളിൽ ഇപ്പൊ നിങ്ങൾ യമം, നിയമം, ആസനം, പ്രാണായാമം അതാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഉള്ള എല്ലാ ആശ്രമങ്ങളും ശരി, യോഗ ടീച്ചേഴ്സ് ശരി, ഇതൊക്കെ ഈ ആസനം പ്രാണായാമം മാത്രമാണ് ഇത് അവര് പറയുന്നത്. അത് ഒരു പോർഷനേ ഉള്ളൂ. അത് അതുപോലെ അടുത്തത് പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, ഇതൊക്കെ ഇന്റേണൽ. അപ്പോൾ അതിനെക്കുറിച്ച് ഫോക്കസ് കൊടുക്കുന്നതാണ് ശിവയോഗങ്ങൾ. ശിവയോഗങ്ങളിൽ അഷ്ടാംഗ യോഗം വരുന്നുണ്ട്. ബാക്കി നിങ്ങൾ ഇതൊക്കെ തുടങ്ങുന്നത് പ്രത്യാഹാര പോർഷൻ. പ്രത്യാഹാര പോർഷനിലാണ് ഈ ചക്ര ആക്ടിവേഷൻ വരുന്നത്, രസവായു ആക്ടിവേഷൻ, നാഡി ചാനൽ ഓപ്പണിംഗ്, ഇതൊക്കെ വരുന്നത് ഇതിലാണ് വരുന്നത്. അതിൻ്റെ ശേഷം ധാരണ, പലവിധമായിട്ടുള്ള ധാരണ, ധ്യാനങ്ങൾ പലവിധം, സമാധി, പലവിധത്തിലുള്ള സമാധി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ശിവയോഗങ്ങളിലുള്ള വ്യത്യാസം വെച്ചാൽ മറ്റേ പ്രാണായാമത്തെക്കാട്ടും ഈ പ്രാണായാമം സൂക്ഷ്മ പ്രാണായാമം. സൂക്ഷ്മ പ്രാണായാമം വരുന്നതാണ് എന്തെന്ന് പറയുന്നത് വാശി പ്രാണായാമം എന്ന് പറയുന്നത്. വാശി യോഗ. ഈ വാശി യോഗ ഈ ശിവയോഗത്തിലുള്ളതാണ് വാശി യോഗ. അത് പ്രാണായാമത്തിൽ അഡ്വാൻസ് പ്രാണായാമം, അതേമാതിരി പ്രത്യാഹാരത്തിൽ ഒരുപാട് പ്രത്യാഹാരങ്ങൾ, ഇങ്ങനെയൊക്കെ വരികയാണ്. ഇപ്പൊ ശിവയോഗയിൽ ഇത് മാത്രം വാശിയോഗ മാത്രമല്ല, ഇനി ചന്ദ്രയോഗ എന്നുണ്ട്. ചന്ദ്രയോഗ അത് തിരുമന്ദിരത്തിലാണ് ഇരിക്കുന്നത്, വേറെ എവിടെയും കാണുന്നില്ല. അപ്പോ കുണ്ടലിനി റൈസായാൽ അത് ഒടുവിൽ തലയിലാണ് വരുന്നത്. നേരെ ആധാരങ്ങളൊക്കെ ക്രോസ് ചെയ്ത് പോയി തലയിൽ ഇങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ചന്ദ്രകലയിൽ സൂര്യകലയിൽ ഒടുങ്ങുന്നത് എങ്ങനെ? അങ്ങനെ ഒടുങ്ങുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു? സൂര്യ നമസ്കാരം മാതിരി ചന്ദ്ര നമസ്കാരം എന്നുണ്ട്. സൂര്യ നമസ്കാരം 12 പൊസിഷൻ, ചന്ദ്ര നമസ്കാരം 16 പൊസിഷൻ. സൂര്യ നമസ്കാരം കാലത്ത് ചെയ്യും, ചന്ദ്ര നമസ്കാരം വൈകുന്നേരം പടിഞ്ഞാറ് നോക്കി ചെയ്യണം. അപ്പോൾ സൂര്യ നമസ്കാരം എന്ന് പറയുന്നത് ആക്ച്വലി മെറ്റബോളിസത്തിൽ കെറ്റബോളിസം, അതായത് തേയ്മാനത്തെ കൂടുതൽ ഉണ്ടാക്കുന്നതാണ് സൂര്യ നമസ്കാരം. ചന്ദ്ര നമസ്കാരം അനബോളിസം, പുതിയ സെല്ലുകളൊക്കെ ഉരുവാകുന്നുള്ള പോസിറ്റീവാണ് ഉള്ളത്. ഇപ്പോൾ ഇന്ത്യയിൽ എല്ലാവരും ഇപ്പോൾ സൂര്യ നമസ്കാരം അറിയുന്ന ആളുകൾ ചന്ദ്ര നമസ്കാരം പ്രാക്ടീസ് കൊടുക്കുന്നില്ല. ഇതാണ്. അപ്പോൾ അതൊക്കെ ഈ തിരുമന്ദിരത്തിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഈ മെർജർ, അഗ്നികല എങ്ങനെ സൂര്യകലയിൽ മെർജാവുന്നു, സൂര്യകല എങ്ങനെ ചന്ദ്രകലയിൽ മെർജാവുന്നു, അതെങ്ങനെ തലയിൽ എങ്ങനെ മെർജർ ആകുമ്പോൾ എങ്ങനെ അതിൽ നിങ്ങൾക്ക് അമാക്കല എന്നൊരു കല ഉരുവാകുന്നത്, അതിന് ബിന്ദു, നാദം, പരബിന്ദു, പരനാദ, മുക്തിസ്ഥലം, ഇതൊക്കെ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് പ്രാക്ടിക്കലായിട്ട് പലവിധമായിട്ടുള്ള ചന്ദ്രയോഗങ്ങളുണ്ട്, 4-5 ടൈപ്പ് ഉണ്ട്. അതുമാതിരി ഗുരു ചന്ദ്രയോഗം, ചന്ദ്രമംഗളയോഗം, ഇങ്ങനെ ഇതൊക്കെ വേറെ എവിടെയും ഇല്ല. അടുത്തത് കായകൽപ്പയോഗം. കായകൽപ്പയോഗം എന്ന് പറയുമ്പോൾ അത് ആരോഗ്യമായി ജീവിച്ചിരിക്കുന്നത് എങ്ങനെ എന്നുള്ള ഇത് സയന്റിഫിക് ആയിട്ടുള്ള ഇതാണ്. എൻഡോക്രൈൻ ഗ്ലാൻസിനെ ആക്ടിവേറ്റ് ചെയ്ത് മുദ്രകൾ, ആധാരങ്ങൾ, മുദ്രകൾ വഴി അത് ആക്ടിവേറ്റ് ചെയ്ത് എങ്ങനെ റീജുവനേറ്റ് ആകണം എന്നുള്ളത്, അത് വാദവിത്ത കവത്തെ ബാലൻസ് ചെയ്ത് എങ്ങനെ ആകുന്നത്, ഇങ്ങനെ പലവിധ ടെക്നിക്കും ശിവയോഗങ്ങളിലാണ് ഉള്ളത്. ആക്ച്വലി പറഞ്ഞാൽ മർമ്മമേ ശിവയോഗമാണ്. മർമ്മം എന്ന് പറയുന്നത് ശിവയോഗമാണ്. ശിവയോഗി തന്നെ മർമ്മം കൈകാര്യം ചെയ്യണമെന്നാണ് ഗ്രന്ഥങ്ങളിൽ ഇരിക്കുന്നത്. കാരണം വെച്ചാൽ
അതിൽ ചക്ര ആക്ടിവേഷൻ, ദശവായു ആക്ടിവേഷൻ, നാഡി ചാനൽ, ഇതൊക്കെ അതിൽ വരുന്നുണ്ട്. ഇതേമാതിരി പലവിധ യോഗങ്ങൾ, കായകൽപ്പ യോഗ ഉണ്ട്, എനർജി ട്രാൻസ്മ്യൂട്ടേഷൻ യോഗ. അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജി, നമ്മുടെ ഗുണാഡ് സെൻറ്ററിൽ നിന്ന് താഴോട്ട് പോകുന്ന സെക്സ്വൽ എനർജിയെ മുകളിലോട്ട് ടേൺ ചെയ്ത് വിട്ട് അത് ക്രിയേറ്റീവ് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ് അതിലുള്ള എനർജി ട്രാൻസ്മ്യൂട്ടേഷൻ യോഗ. അത് വെരി സയൻറ്റിഫിക്. അതിൽ വന്ന് 3 എനർജി സർക്യൂട്ട് ഉണ്ട്. സെൻട്രൽ നെർവസ് സിസ്റ്റം, പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, അതുപോലെ എൻഡോക്രൈൻ സിസ്റ്റം. ഇങ്ങനെ സിസ്റ്റങ്ങളിൽ നിന്ന് എനർജിയെ എങ്ങനെ വേസ്റ്റ് ആകാതെ തിരിച്ച് തലയ്ക്ക് കൊണ്ടുപോയി ക്രിയേറ്റീവ് എനർജിയാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഇതുപോലെ ശക്തിപാത് യോഗ. ശക്തിപാത് യോഗയിൽ വിധവിധമായിട്ടുള്ള ശക്തി ഉപാസനകൾ, അത് ആധാരങ്ങളിൽ നിലനിർത്തി എങ്ങനെ അതിനെ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്നുള്ളത്. അതിൽ നവ ആവരണ ശക്തികൾ, ദശമഹാവിദ്യകൾ, നവചണ്ഡികൾ, ഇതേമാതിരി അഷ്ടമാതൃക, ഇതൊക്കെ ആധാരത്തിൽ കൊണ്ടുവരുന്ന ടെക്നിക്കും തിരുമന്ത്രത്തിലുണ്ട്. ഇങ്ങനെ പലവിധമായിട്ടുള്ള യോഗങ്ങൾ, ശിവയോഗങ്ങൾ ഉണ്ട്. ഇതിനെ വന്ന് ഡീറ്റെയിൽ ആയിട്ട് പ്രാക്ടിക്കലായിട്ട് ഞാൻ ക്ലാസ് പല സ്ഥലങ്ങളിലും നടത്തുന്നുണ്ട്. തമിഴ്നാട്, കേരള, കർണാടക, ആന്ധ്ര, മഹാരാഷ്ട്ര, ഇതുപോലെ ഡൽഹിയിലും ഋഷികേശിലും റെഗുലർ ക്ലാസ് നടത്തുന്നുണ്ട്. അതിനുള്ള ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ കോണ്ടാക്ട് ചെയ്യാം. ഈ യോഗങ്ങൾ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചെയ്യുമുറകൾ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തിരുമന്ത്രത്തിലുണ്ട്. തിരുമന്ത്രം ഒരു ശിവയോഗ നൂലാണ്. അപ്പോൾ ശിവയോഗങ്ങൾ പറയുന്നത് മാത്രമല്ല, അങ്ങേര് തിരുമന്ത്രത്തിൽ നടരാജർ തത്വം പറയുന്നുണ്ട്. നടരാജർ തത്വം, ശിവലിംഗ തത്വം എല്ലാം അതിലുമുണ്ട്. നടരാജർ തത്വം എന്ന് പറഞ്ഞാൽ നടരാജർ നമ്മൾ പറയുമ്പോൾ ചിദംബര നടരാജർ നമുക്ക് അറിയാം. അതേമാതിരി പല സ്ഥലങ്ങളുണ്ട്. ചിദംബരം വന്ന് ആകാശതത്വം, അവിടെ വന്ന് ചിദംബരം. അതേമാതിരി പല സ്ഥലങ്ങളിലും തമിഴ്നാട്ടിലുമുണ്ട്, പഞ്ചഭൂത സ്ഥലങ്ങളിൽ നിന്നുണ്ട്. അത് വെള്ളി സഭ, താമ്രസഭ, കനകസഭ, അങ്ങനെ പല ഇതിലിരിക്കുന്നു. അപ്പം അതിൽ ശിവയോഗത്തിൻ്റെ പ്രിൻസിപ്പിളാണ് ഇരിക്കുന്നത് നടരാജർ തത്വത്തിൽ. നടരാജർ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഉടുക്കാൻ വെച്ചിരിക്കുന്നത് അത് ക്രിയേഷൻ, അതിൽ നിന്ന് നാദം, നാദത്തിൽ നിന്ന് ബിന്ദു, ഇങ്ങനെ ക്രിയേഷൻ വരുന്നു. അത് വന്ന് ബ്രഹ്മ, ക്രിയേറ്റീവ് എനർജി. രണ്ടാമത് ഒരു കൈ ഇങ്ങനെ വെച്ചിരിക്കും, അത് വന്ന് അഭയഹസ്തം, വിഷ്ണു, ഞാൻ എല്ലാத்தைയും പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ളത്. ഒരു കയ്യിൽ വന്ന് തീച്ചട്ടി, അത് കാലാക്കിനി, അത് വന്ന് എല്ലാം ഡെസൊല്യൂഷൻ, എല്ലാം വന്ന് ലാസ്റ്റിൽ വന്ന് കംപ്ലീറ്റ് ചെയ്ത് ക്രിയേഷൻ കംപ്ലീറ്റ് ആയിട്ട് അടുത്തൊക്കെ ഉണ്ടാകുന്ന എല്ലാத்தையும் ഡിസോൾവ്, അതായത് ഡിസ്ട്രോയ് ചെയ്യുന്നതെന്നുള്ള ശൈവ സിദ്ധാന്തമില്ല. ഡെസൊല്യൂഷൻ, കാസൽ സ്റ്റേറ്റിൽ നിന്ന് റിസൾട്ടിൽ നിന്ന് കാസൽ സ്റ്റേറ്റിൽ പോകുന്ന ഈ കാലാക്കിനി അത് ചെയ്യുന്നുണ്ട്. അടുത്തത് നടരാജർ തത്വത്തിൽ ഒരു കാല വന്ന് ഒരു അസുരന്റെ മേലെയാണ് ഊന്നി. അത് കൊച്ചി എന്ന് വെച്ചാൽ കൊച്ചല്ലാതെ അസുരനാണ്. അത് അതിൻ്റെ പേര് ഊന്നി, അപസ്മാരം അതിൻ്റെ പേര്. അതിരിക്കുന്ന മഹേശ്വരൻ, അത് വന്ന് മനുഷ്യനക്ക് പോയ ജന്മത്തിൽ എന്തായിരുന്നു അടുത്തതെന്ന് അറിയിട്ട് അത് മറച്ചു വയ്ക്കുന്നത്, അത് കൺസീലിംഗ് പവർ. അടുത്ത നടരാജർക്ക് ഒരു കാല തൂക്കി നിൽക്കുന്നത്, അത് വന്ന് അതാണ് സദാശിവൻ, മുക്തി കൊടുക്കുന്ന കാല്. അതിൻ്റെ മേലെ 4 ഇത് കാണാൻ പറ്റില്ല, അതാണ് ബിന്ദു, നാദം, പരബിന്ദു, പരനാദം. ഇതാണ് ചിദംബരത്തിൽ വന്ന് ചിദംബര രഹസ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തത്വങ്ങളെ ആധാരങ്ങളിൽ നിലനിർത്തുന്നതാണ് ശിവയോഗങ്ങൾ. അതിൻ്റെ പ്രാക്ടീസ് ഈ തത്വങ്ങൾ അറിഞ്ഞാലേ അത് ശരിയാക്കാൻ പറ്റും. ഇതുപോലെ ശിവലിംഗ തത്വം, ഇതേക്കുറിച്ച് തിരുമന്ത്രത്തിലുണ്ട്. നടരാജർ തത്വത്തിൽ ഒരുപാട് എക്സ്പ്ലനേഷൻ ഉണ്ട്. അതേമാതിരി തിരുമന്ത്രത്തെ ശിവലിംഗ തത്വം. ശിവലിംഗ തത്വം എന്ന് വെച്ചാൽ ശിവന്റെ ലിംഗഭാഗം അതിൻ്റെ റൗണ്ടായിട്ടും അതിൻ്റെ താഴെ 1/3 അറുകോണം, അടുത്ത 4 കോണം, ഇങ്ങനെ സ്ക്വയർ ആയിട്ടിരിക്കും. ഈ ആവിടെ ഭാഗം എന്ന് പറയുന്നത് അത് ഒരു യോനി ഭാഗം, അതിനെ വന്ന് ഈ അറുകോണ ഭാഗത്തിൽ ഫിക്സ് ചെയ്യണം. ഇതാണ് ശിവലിംഗം. ഇതില്ലാതെ ഓരോരുത്തരുടെ ഇഷ്ടപ്പെടി ശിവലിംഗമൊക്കെ വെക്കാൻ പറ്റും. ഇപ്പോൾ വന്ന് മറ്റേ ജക്കി വാസുദേവ് വെച്ചിരിക്കുന്ന ശിവലിംഗം തെറ്റായിട്ടുള്ള നേരെ ഞാൻ ചോദിച്ചു, ഇങ്ങനെ നിങ്ങൾ ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ, 1/3 മുകളിലിരിക്കണം, 1/3 യോനി ഭാഗം അകത്തിരിക്കണം, 1/3 പുറത്തിരിക്കണം. ഇതില്ല, എല്ലാം എന്താ കൂട്ടി പാമ്പ ചുറ്റിയൊക്കെ വിട്ടിരിക്കും. അത് ചോദിച്ചപ്പോൾ എൻ്റെ ഇഷ്ടപ്പെടി വന്ന് ഞാൻ ചെയ്യുന്നത്, അതൊക്കെ ശരിയല്ല. ആഗമ വിധികളുണ്ട്. ആഗമ വിധികൾ വെച്ചാണ് ഇപ്പോൾ സ്വാമിമലയിലും എല്ലാ സ്ഥലങ്ങളിലും ശില്പങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ ഇഷ്ടപ്പെടി ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ വിവരങ്ങളും തിരുമന്ത്രത്തിലുമുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങൾ യൂസ്ഫുൾ ആവുന്നുണ്ട്. അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്, തിയറി സൈഡും തിരുമന്ത്രത്തിൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. നന്ദി, നമസ്കാരം.